കൂടുതൽ പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതിന് പിന്നാലെ വിഷയം ചർച്ച ചെയ്യാൻ വിദഗ്ധരുടെ യോഗം ഇന്ന് നടക്കും. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ചർച്ച നടക്കുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേർന്നു. പറയൂ അജീഷ്. SKN ഈ കേരളത്തിൽ മാത്രം ഇതുവരെ 16 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ നേരത്തെ കുട്ടികൾക്കാണ് കൂടുതലും കണ്ടുവന്നിരുന്നതെങ്കിൽ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ മുതിർന്നവരിലും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുകയും രോഗം ഗുരുതരമാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോപകുലരെ ഇതിനെക്കുറിച്ച് പഠനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട കത്തയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ICMR-ലെ വിദഗ്ധ സംഘം കേരളത്തിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30-ക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് അധികൃതരുമായി ഈ വിദഗ്ധ സംഘം ചർച്ച നടത്തും. ഇതിൻ്റെ ചികിത്സ, മരുന്ന് ലഭ്യത, പരിചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാകും ഇവർ ചർച്ച ചെയ്യുക. മാത്രമല്ല, ഈ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ രോഗമുക്തി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ഇവർ പഠനം റിപ്പോർട്ട് സമർപ്പിക്കും. എന്തായാലും രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഇതിനെക്കുറിച്ച് പഠനം നടക്കുന്നത്. ഓക്കെ, താങ്ക് യു. രജി ബേബി പറഞ്ഞു, ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കട്ട് ചെയ്ത് വിട്ടിട്ട് അയാൾ പുകമറ സൃഷ്ടിക്കരുതെന്ന് പറയുന്നത് മാധ്യമധർമ്മമാണ്. പറയാനുള്ളത് പറഞ്ഞാൽ അത് മുഴുവൻ ഇടേണ്ടി വരും. ഇത് രജി ബേബി ഏത് രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയില്ല. രാജി ബേബിക്ക് ഈ എഡിറ്റിങ്ങിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഈ അഭിപ്രായം പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഈ ദൈർഘ്യത്തിനപ്പുറം ഡ്യൂറേഷന് പോയാൽ അത് എഡിറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അൺഎഡിറ്റഡായിട്ടുള്ള ഒരു സിനിമ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് പ്രോപ്പർലി എഡിറ്റ് ചെയ്യും. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ സംഭവം എല്ലാം എഡിറ്റ് ചെയ്ത് പോയി, ഞാൻ പറഞ്ഞ മുത്തുമണികൾ പോലെ പൊഴിഞ്ഞു വീണ കാര്യങ്ങളെല്ലാം പോയി. അങ്ങനെ പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ് അത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. 1 മണിക്കൂർ ദൈർഘ്യത്തിൽ പോയതും 2 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്നതും നിങ്ങൾ പൂർണ്ണമായി പരിശോധിച്ചോളൂ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു പ്രോഗ്രാം 1 മണിക്കൂറാണെങ്കിൽ അത് 2 മണിക്കൂറായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുക.